കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു. 100 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. ഫണ്ട് ലഭ്യമാക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതിവഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് പുനരാരംഭിച്ചിട്ടുള്ളത്. 2018-2019 വർഷങ്ങളിലെ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയുടെ കനോലിക്കടവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായും ഒലിച്ചുപോയത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണ് അന്ന് ഒലിച്ചുപോയത്. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും വനംവകുപ്പിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച കനോലി പ്ലോട്ടിൽ നിൽക്കുന്ന ലോകത്തിലെ 1-ാം നമ്പർ തേക്ക് മരമാണ്. തൂക്കുപാലം തകർന്നതോടെ ചാലിയാർ പുഴയുടെ മറുകരയിലുള്ള കനോലി പ്ലോട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്താനും കഴിയില്ല. വനംവകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്ന് ലഭിച്ചിരുന്ന പാസ് ഇനത്തിലുള്ള വരുമാനത്തിലും വൻ ഇടിവുണ്ട്. കണ്ണൂർ കേന്ദ്രമായ സിൽക്കിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല. 2 വർഷം മുൻപ് തുടക്കം കുറിച്ച തൂക്കുപാലം നിർമ്മാണം ഫണ്ട് മുടങ്ങിയതോടെ നിലയ്ക്കുകയായിരുന്നു. കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന തുക ലഭിച്ചതോടെയാണ് കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിച്ചത്. നിലവിലുണ്ടായിരുന്ന പാലത്തിൽ നിന്നും 1.2 മീറ്റർ കൂടി ഉയരത്തിൽ 110 മീറ്റർ നീളത്തിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2.35 കോടി രൂപയാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിനായി ചിലവഴിക്കുക. പാലം തകർന്നതോടെ ജങ്കാർ സർവീസ് വേനൽക്കാലങ്ങളിൽ വിനോദസഞ്ചാരികളെ കനോലി പ്ലോട്ടിലേക്ക് എത്താൻ സഹായിച്ചിരുന്നു. ഈ വർഷം ജങ്കാർ സർവീസ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഈ മാസം 10 വരെയാണ് വനംവകുപ്പും ജങ്കാർ സർവീസ് നടത്തുന്നവരുമായുള്ള കരാർ. ജങ്കാർ സർവീസ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ കനോലി പ്ലോട്ടിലേക്ക് എത്താൻ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും വരെ കാത്തിരിക്കണം. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തൂക്കുപാലം തകർന്നതിനാൽ കോടികളുടെ വരുമാന നഷ്ടമാണ് വനംവകുപ്പിന് ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കനോലി പ്ലോട്ടിലാണ്. തൂക്കുപാലം ഇക്കുറിയെങ്കിലും പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാരികൾ. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.